Okay, so very much excited to be here at the Gokulam Kerala FC dressing room. As you can see, I'm sitting in one of their places. Actually, I'm hiding one of the players behind. The reason being, I'm going to interview Ubaid CK, as you can see, and Mohammad Rashid. So you'll soon see them sitting beside me, and we'll have a quick chit chat with them, probably in Malayalam. I'll try to brush up mine as well. Okay, so we are joined here. We are in the dressing room of the Gokulam Kerala FC, and we are joined with two players: goalkeeper Ubaid CK and Mohammad Rashid. He's a midfielder. They're actually sitting in their respective places, where you can see the images behind them. And I get to be Salman probably for a change. So first question: I've already been instructed by Rashid that make him speak less. So probably we'll start with Ubaid, the goalkeeper. Ubaid, എങ്ങനെ ഫുട്ബോളിലോട്ടുള്ള താല്പര്യം തുടങ്ങി എങ്ങനെ ആദ്യമായിട്ട് കളിക്കാൻ തുടങ്ങി? ഞാൻ ആദ്യമായിട്ട് കളിക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ഞാൻ 7th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ് അവിടെ നാട്ടിലൊരു കോച്ചിങ് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മുനിസിപ്പാലിറ്റി ഉണ്ടായിരുന്നു, ഫ്രീ ആയിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അവിടെ പോകുന്നതും ജോയിൻ ചെയ്യുന്നത്. അന്നേരമാണ് കേരള ടീമിൻ്റെ കോച്ചായിരുന്ന ശ്രീധരൻ സാറായിരുന്നു അന്നേരം അവിടെ കോച്ചായിരുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ പോയി അവിടെ ക്യാമ്പ് ചെയ്തു. ആദ്യം ഞാൻ സ്റ്റോപ്പർ ബാക്കായിരുന്നു. അപ്പോൾ അതിന് ഞാനായിരുന്നു കുറച്ച് ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ളത്. അപ്പം കോച്ച് പറഞ്ഞു, ഇത് എല്ലാം ചെറിയ കുട്ടികളാണ്, നിനക്ക് ബെറ്റർ വേറെ ഏതെങ്കിലും പൊസിഷനിൽ കളിക്കാറ്, നീ ഗോൾ കീപ്പറിൽ ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഗോൾ കീപ്പറിലേക്ക് ആദ്യമായിട്ട് മാറുന്നത്. അവിടെ നിന്നാണ് പിന്നെ ജേണിയായി തുടങ്ങുന്നതും. പിന്നെ അവിടെ പിന്നെ കളിച്ചു. പിന്നെ അവിടെയുള്ള പ്രാദേശിക ക്ലബ്ബുകൾ കളിച്ചു. പിന്നെ സെവൻസ് കളിച്ചു കുറേ കാലം. അപ്പോൾ സെവൻസ് കളിച്ചിട്ട് സെവൻസിലെ കളി കണ്ടിട്ടാണ് എന്നെ വിവാ കേരളയിലേക്ക് ട്രയൽസിന് വിളിക്കുന്നത്. അപ്പോൾ വിവാ കേരള മാനേജറായ പ്രശാന്ത് അട്ടനാണ് എന്നെ ആദ്യമായിട്ട് വിവാ കേരളയ്ക്ക് നീ വാ നമുക്ക് ട്രയൽസ് നോക്കാമെന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അവിടെ പോകുന്നതും അവർക്ക് ഇഷ്ടപ്പെടുന്നതും ആദ്യമായിട്ട് ഞാനൊരു പ്രൊഫഷണൽ ക്ലബിന് കളിക്കുന്നതും അങ്ങനെയാണ്. അപ്പോൾ അവിടെ തേർഡ് കീപ്പറായിരുന്നു, അവിടെ ചാൻസ് കിട്ടിയില്ല. പിന്നത്തെ കൊല്ലം അവിടുന്ന് ഞാൻ ഒരു വർഷം കളിച്ചു. പിന്നത്തെ കൊല്ലം ഞാൻ വീണ്ടും ഇവിടെ സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബായ ഒരു ജോസ് കെപ്സ് എന്നൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു, അവിടത്തേക്ക് ജോയിൻ ചെയ്തു. പക്ഷേ അവിടെ സെക്കൻഡ് ഡിവിഷൻ കളിക്കാൻ പറ്റില്ല. 2 മാസം ആകുമ്പോഴത്തേക്ക് തന്നെ ക്ലബ്ബ് ചെറിയ സാമ്പത്തിക പ്രശ്നം ഇതെല്ലാം ഉണ്ടായിട്ട് അങ്ങനെ ക്ലബ്ബ് പൂട്ടി. അപ്പോൾ ആ വർഷം മൊത്തമായിട്ട് പിന്നെ സെവൻസ് കളിച്ചു. പിന്നെ നാട്ടിൽ നമ്മളൊരു കോച്ച് ഉണ്ടായിരുന്നു, ഒരു MRCൻ്റെ ഒരു മെയിൻ കോച്ചായിരുന്നു. അപ്പോൾ കോച്ചിന് കുറച്ച് കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ പറഞ്ഞു നമുക്ക് ഗോവയിലേക്കൊന്ന് പോയി നോക്കാം, എൻ്റെ ഒപ്പം കളിച്ച കുറേ ഫ്രണ്ട്സ് ഇപ്പോൾ അവിടെ കോച്ച്മാരാണ്, നമുക്ക് അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എന്നെ കൂട്ടി കോച്ച് അവിടെ പോകുമായിരുന്നു. അവിടെ എത്തിയിട്ട് കുറേ കോച്ചസ്മാരായിട്ട് സംസാരിച്ചു. അങ്ങനെയാണ് ലാസ്റ്റ് അവസാനമായിട്ട് പറയുന്നത്, അവിടെ ഡംബോയിലേക്ക് ഒരു ഗോൾ കീപ്പർ വേണം, നീ നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളവിടെ പോയി നിന്നു. ഒരാഴ്ച ക്യാമ്പ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഇനി ടൈം വേണം, അപ്പോൾ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനവിടെ 1 മാസം 2 മാസത്തോളം അവിടെ നിന്നു. എന്നിട്ട് അതിനുശേഷം അവർ പറഞ്ഞു ഇനി സൈൻ ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സൈൻ ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് വൈത്തിരിവായത്, അവിടെ ചെയ്തതാണ്. പിന്നെ അവിടെ ഞാൻ ഡംബോലൊക്കെ അപ്പോൾ അർമാണ്ടോ കൊളോസ് ആയിരുന്നു അപ്പോഴത്തെ കോച്ച്. അപ്പോൾ അർമാണ്ടോ കൊളോസ് പിറ്റത്തെ കൊല്ലം അർമാണ്ടോ കൊളോസ് പോയപ്പോൾ പപ്പാസ് എന്ന കോച്ച് വന്നു. അപ്പോൾ ഞാനവിടെ 4th കീപ്പറായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു വെറും 3rd കീപ്പേഴ്സ് മാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ അവിടെയും ചാൻസ് പോയി. എല്ലാം വെറുതായിരുന്നു അത്. അവിടുന്ന് പിന്നെ ഞാൻ ആദ്യത്തെ 3 വർഷം ഞാൻ കളിക്കുന്നുണ്ടായിരുന്നെങ്കിൽ, പക്ഷേ എനിക്കിതുവർക്ക് ഒരു അവസരം കിട്ടിയിരുന്നില്ല ഫസ്റ്റിലും കളിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷമാണ് ഞാൻ മുംബൈയിലേക്ക് അവിടെ ഒരു ഏജൻറ്റിനെ പരിചയപ്പെടുന്നതും അവിടുന്ന് ഞാൻ മുംബൈയിലേക്ക് പോകുന്നതും. അവിടെ എത്തി അവിടെ നിന്നാണ് ഞാൻ എയർ ഇന്ത്യയിലേക്ക് ജോയിൻ ചെയ്യുന്നത്. എയർ ഇന്ത്യക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റിലും കളിക്കുന്നൊരു പ്ലെയറായി മാറിയത്. അപ്പോൾ അവിടെ പോയി എയർ ഇന്ത്യയിൽ പോയി. അപ്പോൾ അവിടെ എയർ ഇന്ത്യ 2 വർഷം കളിച്ചു. അപ്പോൾ എയർ ഇന്ത്യ കളിച്ചു. പിന്നെ അവിടുന്ന് ONGCയിലേക്ക് ഓഫർ വന്നു, ഓരോ ONGC. അപ്പോൾ ആ ടൈമിലുള്ള ONGCയും എയർ ഇന്ത്യയൊക്കെ നല്ല നല്ല ടീമുകളായിരുന്നു. പിന്നെ അവിടെ ഐ ലീഗിൽ നിന്ന് താരപ്പെട്ടു. അവർ പ്രൊഫഷണൽ പ്രൈവറ്റ് ക്ലബ്ബുകളും മാത്രം പറ്റുമെന്ന് പറഞ്ഞുള്ള അതുകൊണ്ട് ഗവൺമെൻറ് ക്ലബ്ബുകൾ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവരെ ഇതാക്കി. അപ്പോൾ അവിടെ നിന്ന് എൻ്റെ ഇത് പോയി. അപ്പോൾ അവന് ONGC കളിക്കുമ്പോഴാണ് ഞാൻ ഖാലിദ് ജമീൽ എന്ന കോച്ചിനെ പരിചയപ്പെടുന്നതും എൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് മുംബൈ FC എനിക്ക് ഓഫർ ചെയ്യുന്നത് നെക്സ്റ്റ് ഇയർ വരണം എന്ന് പറഞ്ഞിട്ട്. നെക്സ്റ്റ് ഇയർ വരണം എന്ന് പറയുമ്പോഴത്തേക്കന്നെ ആ കോച്ചും അവിടെ നിന്ന് പുറത്തായി, മുംബൈയിൽ നിന്ന് പുറത്തായി.
അവിടെ ഞാൻ കോച്ച് സംസാരിച്ചു. കോച്ച് പറഞ്ഞു ഞാൻ ഐസ് വാളിലുണ്ട്, ഞാൻ നോക്കട്ടെ, എവിടെ ഞാൻ സംസാരിച്ച് നോക്കാം ഐസ് വാളിൽ, പക്ഷെ ഞാനിവിടെ പുതുതാണ്, അപ്പോൾ അവിടെ ചാൻസ് കിട്ടുമെന്ന് അറിയത്തില്ല, ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ വർഷം അവർ ഐസ് വാൾ ചാമ്പ്യൻസ് ആയി അവിടെ. അപ്പോൾ പിറ്റത്തെ വർഷം കോച്ച് ഈസ്റ്റ് ബംഗാളിലേക്ക് പോയി, ഓഫർ കിട്ടി, അങ്ങനെ ഈസ്റ്റ് ബംഗാളിലേക്ക് പോയി. അപ്പം ഞാൻ മുംബൈയിലേക്ക് ഇത് നിർത്തി ഞാൻ ഇവിടെ നമ്മുടെ നാട്ടിൽ FC കേരള എന്ന് പറഞ്ഞ ക്ലബിലേക്ക് ജോയിൻ ചെയ്തു. അവിടെ സെക്കൻഡ് ഡിവിഷൻ കളിക്കുന്ന ഒരു ക്ലബ്ബായിരുന്നു. അപ്പോൾ ഞാൻ FC കേരളയിലേക്ക് ജോയിൻ ചെയ്തു. ഞങ്ങളങ്ങനെ മുംബൈയിലേക്ക് കളിക്കാൻ ഒരു മുംബൈയിൽ ഒരു ടൂർണമെൻറ്റിന് പോയതായിരുന്നു. ഒരു പെട്ടെന്ന് ഒരു ദിവസം രാവിലെ ഞാൻ എണീച്ച് നോക്കുമ്പോണ്ട് ഖാലിദ് ജമീൽ സാറിൻ്റെ ഒരു മിസ് കോൾ കണ്ടു. ഞാൻ സാറിനെ കോൾ ചെയ്തു. സാർ എന്താണ് ചോദിച്ചപ്പം സാർ പറഞ്ഞു ഉബൈദ് നീ ഇപ്പോൾ എവിടെ സൈൻ ചെയ്തതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല കോച്ച്, ഞാനിവിടെ സൈൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഇപ്പോൾ സൈൻ ചെയ്തെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതിന് ഓഫർ തരുവാണെങ്കിൽ ഒരു എന്നാൽ വേണ്ടാന്ന് പറയുകയാണെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല സാർ, ഞാൻ ചെയ്തില്ല, സൈൻ ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു നിനക്ക് ഈസ്റ്റ് ബംഗാളൊക്കെ വരാൻ താല്പര്യമുണ്ടോ, ഇവിടെ ഒരു കീപ്പർ ആവശ്യമുണ്ട്, ഞങ്ങൾക്കൊന്ന് ട്രയൽസിന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ FC കേരളയായിട്ട് മാനേജ്മെൻറ്റായിട്ട് സംസാരിച്ചു. അവർ പറഞ്ഞു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, നീ കളയണ്ട, നീ പോയി നോക്കൂ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ മുംബൈയിൽ നിന്ന് തിരിച്ച് അവർ ടീമിൻ്റെ ഒപ്പം തിരിച്ചു വരുന്ന ടൈം അവിടെ കളിച്ചു, നമ്മളവിടെ ചാമ്പ്യൻസായി, അവിടെ നിന്ന് ടൂർണമെൻറ്റ് കളിച്ച് ചാമ്പ്യൻസായി തിരിച്ചു വരുന്ന ടൈമിൽ ഞാൻ മുംബൈ ഗോവ ടച്ച് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അവർ പ്രീ സീസൺ കളിക്കാൻ വേണ്ടിയിട്ട് ഈസ്റ്റ് ബംഗാൾ ഗോവയിലൊക്കെ വരുന്നിരുന്നു. അപ്പോൾ FC ഗോവയായിട്ടുള്ള കളി ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു നീ ഗോവയിലേക്ക് വന്നാൽ മതി, നമുക്ക് അവിടെ നിന്ന് ജോയിൻ ചെയ്യാമെന്നൊരു ടീമായിട്ട്. അപ്പോൾ ഞാൻ ഗോവയിൽ ഇറങ്ങി, അവിടെ നിന്ന് ട്രെയിനിറങ്ങി ഞാൻ അവരുടെ ടീമിൻ്റെ ഒപ്പം ജോയിൻ ചെയ്തു. അപ്പോൾ FC ഗോവയായിട്ടുള്ള കളി കഴിഞ്ഞു. അന്ന് എനിക്ക് ചാൻസ് കിട്ടിയില്ല, ടീമിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു, ചാൻസ് കിട്ടിയില്ല. അപ്പോൾ സാറ് പറഞ്ഞു നീ ടീമിൻ്റെ ഒപ്പം വാ, നമുക്ക് അവിടെ നിന്ന് നേരെ നമ്മൾ ജംഷഡ്പൂരിലേക്ക് പോയി കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ജംഷഡ്പൂരിൽ പോയപ്പോഴാണ് ഞാൻ കളിക്കുന്നത്. അവിടെ സെക്കൻഡ് ഹാഫിൽ എനിക്ക് ചാൻസ് തന്നു കോച്ച് അവിടെ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം കുറച്ച് നല്ലോണം പെർഫോമൻസ് ചെയ്തു. അപ്പം കോച്ച് പറഞ്ഞു ഓക്കെ. അപ്പം ടീമിൻ്റെ മാനേജ്മെൻറ്റ് പറഞ്ഞു നീ കൊൽക്കത്തയിലേക്ക് പോവാം, നമുക്ക് അവിടെ നോക്കാൻ പറഞ്ഞു. കൊൽക്കത്തയിലേക്ക് ഞാൻ ടീമിൻ്റെ ഒപ്പം ജോയിൻ ചെയ്തു. അവിടെ ഞാൻ ഒക്ടോബർ ടൈമിലാണ് എത്തിയത്. ഒക്ടോബർ, നവംബർ, ഡിസംബറായി. എൻ്റെ സൈനിങ്ങിൻ്റെ ഒരു കാര്യം അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞില്ല. ഞാൻ ലാസ്റ്റ് ഞാൻ സൈ കേട്ടിട്ട് കോച്ചിനോട് ചോദിച്ചു, കോച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല, ഒന്നെങ്കിൽ എനിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ സെക്കൻഡ് ഡിവിഷനെങ്കിൽ കളിക്കാൻ പറ്റും, ഒന്നെങ്കിൽ നിങ്ങൾ ഇവിടെ സൈൻ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അതെങ്കിലും അങ്ങനെ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അപ്പോൾ അവിടെ മാനേജ്മെൻറ്റായി സംസാരിച്ചു. അവർ പറഞ്ഞു നിന്നെ സൈൻ ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ജനുവരി വിൻഡോയിൽ, സെക്കൻഡ് വിൻഡോയിൽ ഞാൻ അവിടെ സൈൻ ചെയ്യുകയുണ്ടായത്. അപ്പോൾ അതിനുശേഷം സൈൻ ചെയ്തു. അപ്പോൾ അതിനുശേഷം എനിക്ക് അവിടെ ചാൻസ് കിട്ടിയ ഫസ്റ്റിലും കളിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ 20ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ഐ ലീഗ് കളിക്കുന്നത്. അപ്പോൾ കുറേ കാലം കളിച്ചിട്ടുണ്ടെങ്കിലും 20ാമത്തെ വയസ്സിലാണ് ഞാൻ പ്രൊഫഷണൽ ആയിട്ടൊരു ഐ ലീഗ് ടൂർണമെൻറ്റ്, മേജർ ടൂർണമെൻറ്റായിട്ട് കളിക്കുന്നത്. അപ്പോൾ അവിടെ കളിച്ചു, ആ വർഷം മൊത്തം കളിച്ചു ഞാൻ അവിടെ. ലാസ്റ്റ് 7 കളി ഉണ്ടായിരുന്നു. 7 കളി തുടർച്ചയായിട്ട് ഞാൻ കളിച്ചു ഐ ലീഗ്. അതിനുശേഷം സൂപ്പർ കപ്പ് കളിച്ചു. സൂപ്പർ കപ്പ് നമ്മൾ ഫൈനലിലെത്തി. ഈസ്റ്റ് ബംഗാളും ബാംഗ്ലൂരായിട്ടായിരുന്നു ഫൈനൽ. നമ്മൾ ഫൈനലിൽ ബാംഗ്ലൂരായിട്ട് പരാജയപ്പെടുകയുണ്ടായത്. പക്ഷെ അത് നല്ല ഇതായിരുന്നു. അപ്പോൾ അതിനുശേഷം വീണ്ടും എനിക്ക് അവർ 2 വർഷത്തെ വീണ്ടും കോൺട്രാക്റ്റ് തന്നു. അപ്പോൾ ഞാൻ നല്ല ഓഫറായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെയ്തു വീണ്ടും. അപ്പോൾ നെക്സ്റ്റ് ഇയർ അവിടെ ഇതായി. അപ്പോൾ കോച്ചും മാറി. അവിടുത്തെ ഖാലിദ് ജമീൽ സാറിനെ അവിടെ നിന്ന് നീക്കം ചെയ്തു. പുതിയ കോച്ച് വന്നു, പുതിയ മാനേജ്മെൻറ്റായി. അപ്പോൾ വീണ്ടും അവിടെ അവസരം കുറഞ്ഞു. നെക്സ്റ്റ് ഇയർ പോയപ്പോൾ അവിടെ പുതിയൊരു ഗോൾ കീപ്പറും കൂടി വന്നിരുന്നു. അപ്പോൾ അവിടെ വീണ്ടും ചാൻസ് കുറഞ്ഞു. ഞാൻ ലാസ്റ്റ് ഇയർ എനിക്ക് ആ ടൈമിലേക്ക് 2 കളികൾ മാത്രമേ ലാസ്റ്റ് ഇയർ എനിക്ക് കളിക്കാൻ ചാൻസ് കിട്ടിയുള്ളൂ. അപ്പോൾ എനിക്ക് അവിടെ എനിക്കത്ര ഒരു ഇത് കിട്ടിയില്ല കോച്ചിൻ്റെ കീഴിൽ. അപ്പോൾ അന്നേരമാണ് ഞാൻ പ്രവീൺ സാറായിട്ട് സംസാരിച്ചത്. പ്രവീൺ സാർ പറഞ്ഞു പ്രശ്നമില്ല, നിനക്ക് ഇവിടെ വരാം, ഇവിടെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ വർഷം ഇവിടെ ജോയിൻ ചെയ്യുന്നതും. അപ്പോൾ എനിക്ക് ഇവിടെ വന്നു, ഞാനിവിടെ കളിച്ചു. ഞങ്ങൾ ഫസ്റ്റ് ടൂർണമെൻറ്റ് തന്നെ നമുക്ക് ചാമ്പ്യൻസ് ആയി ടൂറിൻ്റെ കപ്പിൽ. അപ്പോൾ എനിക്ക് ഇവിടെ ഭയങ്കര കോൺഫിഡൻസ് ആണ്. കുറച്ചും കൂടി എല്ലാവരുമായിട്ട് ഭയങ്കര മാനേജ്മെൻറ്റായിട്ടും ഇവരൊക്കെ ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. കാരണം എല്ലാവരും ഒരു ഫ്രണ്ട്ലി ടൈപ്പാണ്. കാരണം എന്ത് കാര്യങ്ങൾ തുറന്നു പറയാനുള്ളൊരു ഇതുണ്ട്, സ്പേസ് ഉണ്ട് ഇവിടെ. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും മികച്ച കാര്യം തന്നെ ഇവിടെ. കാരണം എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഫ്രണ്ട്സ് എല്ലാവരും ഇതാണ് ഇവിടെ. സീനിയോറിറ്റി, ജൂനിയോറിറ്റി അങ്ങനത്തെ ഒരു ഇതില്ല. കളിയെ സ്നേഹിക്കുന്ന, കളിയെ കണ്ട് എല്ലാവരും ഇതാക്കുന്നൊരു ഇതാണ് ഇവിടുത്തെ പ്ലേയേഴ്സ് തമ്മിൽ. കാരണം തെറ്റുകൾ കാണുമ്പോൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, ഇതാകും, ശാസിക്കും, അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ അതിലിപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ എനിക്ക്
ബാക്കിയുള്ള ക്ലബ്ബുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ഇതാണ് എനിക്കിവിടെ കാണാൻ പറ്റുക. ഞാൻ കുറേ ക്ലബ്ബ് കളിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് എല്ലാവർക്കും ഒരു സീനിയോറിറ്റി ഫീലിങ്ങും അതുപോലെയാണ്. ഒരു കുറച്ച് സീനിയർ ആണെങ്കിൽ അവരെ നമ്മൾ എപ്പോഴും ഒരു ഇതാക്കി താഴ്ന്നു കൊടുത്ത് അങ്ങനത്തേതാണ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ. ഇവിടെ അങ്ങനെയില്ല, എല്ലാവരും ഒരേപോലെയാണ്. പിന്നെ കോച്ചും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മുടെ കോച്ച് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. കാരണം കോച്ചിന് ഇന്ന പ്ലെയർ വലിയത് ഇന്നത് ചെറുതൊന്നുമില്ല, എല്ലാവരും ഒരേപോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. എല്ലാ പ്ലെയറും എപ്പോഴും ഫിറ്റാണ്, ഏത് പ്ലെയറിനും എപ്പോൾ വേണമെങ്കിൽ ചാൻസ് കിട്ടാം. അല്ലാതെ വെറും ഫസ്റ്റ് ഇലവൻ മാത്രമല്ല, ഇവിടെ കളിക്കുന്ന എല്ലാ പ്ലെയറും ഒരേപോലെയാണ്, ആർക്ക് എപ്പോൾ വേണമെങ്കിൽ ചാൻസ് കിട്ടാമെന്നുള്ളൊരു ഇതാണ്. അതുകൊണ്ട് എല്ലാ പ്ലെയറും എപ്പോഴും കളിക്കാൻ വേണ്ടി തയ്യാറാണ്, സജ്ജമാണ്. അതാണ് ഇവിടുത്തെ പ്ലസ് പോയിന്റ്. എനിക്ക് തോന്നുന്നു എനിക്കിനി ചോദിക്കാൻ ബാക്കിയൊന്നുമില്ല, എല്ലാം ഒരേ വലിക്കെന്ന് പറഞ്ഞു. റാഷിദിൻ്റെ വിഷും ഫുൾഫിൽ ചെയ്തു. ഒത്തിരി സംസാരിച്ചു, ഇനി സംസാരിക്കാനൊന്നുമില്ലായിരിക്കും, പക്ഷെ എന്നാലും റാഷിദ് വയനാട്ടിൽ ജനിച്ചല്ലേ. അപ്പോൾ ഇതിൻ്റെ ഗോകുലം കേരള FC വരുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു ജോണി? ഞാൻ കളി തുടങ്ങിയത് 8ാം ക്ലാസ് സ്കൂളിൽ പഠിക്കുമ്പോൾ. അപ്പോൾ ഇക്കാക്ക കളിക്കുമായിരുന്നു ഫുട്ബോൾ. അപ്പോൾ അവൻ്റെ കളി കണ്ട് അങ്ങനെ ഇഷ്ടം തോന്നി ഫുട്ബോളിലോട്ട് വന്നു. അപ്പോൾ സാധാ നാട്ടിൻപുറത്തെ സ്കൂൾ, അപ്പോൾ വലിയ ക്യാമ്പോ അങ്ങനെയൊന്നുമില്ല, സ്കൂൾ ടീമിൻ്റെ കളി ഉണ്ട്. അപ്പോൾ കളിക്കും, അങ്ങനെ പോവും. വലിയ ജയമൊന്നുമില്ല, ഒരു കളി ജയിക്കും, തോക്കും, ബാക്കി തോക്കും. അത് കഴിഞ്ഞ് +2 സെയിം തന്നെ പോയി, വേറെ സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞാണ് ഞങ്ങളുടെ ഒരു കോച്ചുണ്ട് ഇപ്പം, ഗോകുലത്തിൻ്റെ അണ്ടർ-18 കോച്ചാണ് ബൈജു ഏട്ടൻ എന്ന് പറയും. ആളെ നിർദ്ദേശപ്രകാരം MA കോളേജ് കോതമംഗലം ഉണ്ട്, അവിടെ ആളുടെ ഫ്രണ്ടാണ്. അപ്പോൾ അവിടെ ട്രയൽസിന് പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി, ട്രയൽസിന് പങ്കെടുത്ത് അങ്ങനെ കിട്ടി. എനിക്ക് തോന്നുന്നു ആ ബൈജോട്ടം കാരണമാണ് കൂടുതൽ, ഇല്ലെങ്കിൽ ഞാൻ വയനാട് മാത്രമായി ചുരുങ്ങുമായിരുന്നു. അങ്ങനെ ഞാൻ പോയി കോളേജ് കളിച്ച്, അവിടെ 3 കൊല്ലം ഡിഗ്രി പഠിച്ച്, യൂണിവേഴ്സിറ്റി കളിച്ച്. ആ 3ാമത്തെ കൊല്ലം യൂണിവേഴ്സിറ്റി കോച്ചായത് ഇവിടെ ഇപ്പോൾ തന്നെ ടെക്നിക്കൽ ഡയറക്ടറായ ബിനോ ജോർജാണ്. അപ്പോൾ ആൾ പിന്നെ കളിയുണ്ട്, ആളാണ്. ഞാൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിരുന്നു, ആളാണ് എനിക്ക് ഒരു ടിപ്പിക്കൽ പൊസിഷൻ തരുന്നത് ഡിഫെൻസീവായിട്ട്. അപ്പം അന്ന് മുതൽ ഡിഫെൻസീവ് മിഡ്ഫീൽഡറായി. പിന്നെ ഞാൻ അവിടെ കഴിഞ്ഞ് 2 കൊല്ലം ആളുടെ ഒപ്പം കോച്ചിങ്ങിനായിട്ട് ആളെ കോളേജിൽ പോയി. അത് കഴിഞ്ഞപ്പോൾ ആൾ കൽക്കട്ടയ്ക്ക് കൊണ്ടുപോയി, കൽക്കട്ട യുണൈറ്റഡ് സ്പോർട്സിന് കളിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. അങ്ങനെ ഞാൻ 3 കൊല്ലം അവിടെ കൽക്കട്ട ലീഗ് കളിച്ച്. അത് കഴിഞ്ഞ് പിന്നെ ഗോകുലം തുടങ്ങിയ മുതൽ ഗോകുലത്തിൻ്റെ ഒപ്പം ഉണ്ട്. അപ്പോൾ വയനാട്ടിലെ കാലാവസ്ഥയും കാലിക്കറ്റിലെ കാലാവസ്ഥയും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു ഇനിഷ്യലി ഒരു അഡാപ്റ്റ് ചെയ്യാൻ? ഇല്ല, ഞാൻ പറഞ്ഞില്ല, വയനാട് +2 വരെ നിന്നിട്ടുള്ളൂ. ബാക്കിയുള്ള സമയം ഞാൻ കോതമംഗലം പിന്നെ കോട്ടയത്ത് അങ്ങനെയാണ്. അപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം എനിക്ക് വയനാട്ടിൽ പോയാലാണ് പ്രശ്നം. വേറെന്താ പറയുക, ഡ്യൂറൻ കപ്പിലെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ബിക്കോസ് കേരളയിലെ ഒരു ക്ലബ്ബ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഡ്യൂറൻ കപ്പ് ജയിക്കുന്നതും. അതും ഒരു ഹിസ്റ്ററിയിൽ നോക്കിയാൽ 2 ബിഗ് ജയൻസ് കാലിക്കറ്റയിലെ 2 ക്ലബിനെ തോൽപ്പിച്ചാണ് അവരുടെ തന്നെ ഹോം ഗ്രൗണ്ടിൽ കപ്പ് ജയിക്കുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഞങ്ങൾ എങ്ങനെയും ഫസ്റ്റ് മാച്ചല്ലേ, ഫസ്റ്റ് ഇതല്ലേ സീസൺ തുടങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങൾ എങ്ങനെയും ലീഗ്, നമ്മൾ ടേബിളിന് ലീഗ് റൗണ്ട് ഒന്ന് കഴിഞ്ഞ് കിട്ടുക എന്നുള്ള ഇതിലുണ്ടായിരുന്നു ഞങ്ങൾ. പിന്നെ ലീഗ് കഴിഞ്ഞ് പിന്നെ ഓരോ മാച്ച് കഴിയുന്തോറും ഞങ്ങൾക്കൊരു ഇതായി, അടുത്ത കളിയും ജയിക്കുക എങ്ങനെയും, അങ്ങനെ പോയി. പിന്നെ സെമിയും മോഹൻ ഈസ്റ്റ് ബംഗാളൊക്കെ അടിച്ചപ്പോഴേക്ക് പിന്നെ ഞങ്ങൾക്ക് എന്തോ കിട്ടിയ മാതിരിയായി. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങൾ റൂമിൽ പറയായിരുന്നു ഓരോരുത്തർക്ക് പ്രൊഫൈലിൽ ആഡ് ചെയ്ത്. മുഹമ്മദ് റാഫിച്ച കുറേ ആളെ പ്രൊഫൈൽ എടുത്താൽ ഇഷ്ടം പോലെ ട്രോഫികളാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഡ്യൂറൻ്റ് കപ്പ് അടിച്ചതിന് ശേഷം ഇനി ഞങ്ങൾക്കും ഉണ്ട് ഒരു പ്രൊഫൈലിൽ ആഡ് ചെയ്യാൻ വേണ്ടി ഒരു ട്രോഫി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയായിരുന്നു. അടിപൊളിയാണ്, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഡ്യൂറൻ്റ് കപ്പ്. ഈ കഴിഞ്ഞ മാച്ച് ലാസ്റ്റ് നൈറ്റ് ചർച്ചിൽ ബ്രദേഴ്സിൻ്റെ അഗേൻസ്റ്റ് ഒരു വേറെ ഡിഫറെൻറ്റ് സ്കില്ല് കണ്ടു നമ്മൾ ഉബൈദിൻ്റെ ഡ്രിബ്ലിംഗ് സ്കില്ല് ടുവേർഡ്സ് ദി എൻഡ്. ഞങ്ങൾ കോച്ചിനോടും ചോദിച്ചു, കോച്ച് പറഞ്ഞു ഞാൻ പഠിപ്പിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അത് എവിടുന്ന് പഠിച്ചല്ലേ, എന്തായിരുന്നു മനസ്സിൽ തോന്നി? നന്നായി, നല്ല ചോദ്യം, പെരുത്തിഷ്ടപ്പെട്ടു. അതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ എനിക്കും അറിയില്ല എവിടുന്ന് വന്നു. ആ ടൈമിൽ അങ്ങനെ ചെയ്യാൻ തോന്നി, അങ്ങനെ ചെയ്തു. അതൊരു എന്താ പറയുക, ദേഷ്യം തീർത്തതാണോ? ആ പഴയ കോച്ച് പറഞ്ഞു അതിൻ്റെ സൈസും വെയിറ്റിൻ്റെ അനുസരിച്ച് നീ ഗോൾ കീപ്പർ ആവാം, അപ്പോൾ ഒരു ഡ്രിബ്ലിംഗ് സ്കിൽ ട്രൈ ചെയ്യാമെന്ന് ഓർത്തല്ലേ? ഇതിനു മുമ്പ് നെറോക്കെ ആയിട്ട് ഇതിലും വലിയൊരു സ്കില്ലുണ്ടായിരുന്നു, അതാരും കണ്ടില്ല, അതാ പ്രശ്നം. അത് കണ്ടിരുന്ന ഈ ചോദ്യം ചോദിക്കില്ലായിരുന്നു. അപ്പോൾ
ഞാനൊരു കുട്ടിയുടെ അടുത്തായിരുന്നു ഇരുന്നത്, ഒരു അക്കാഡമി കുട്ടിയുടെ അടുത്ത് മാച്ച് കാണാൻ നേരത്ത്. അപ്പോൾ അവരുടെ കോച്ച് ചോദിച്ചു എന്താ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു ടൈം വേസ്റ്റിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ അതായിരുന്നു ഉദ്ദേശം. സത്യം പറഞ്ഞാൽ അതാണ് ഉദ്ദേശവും. കാരണം ഓൾറെഡി എല്ലാ പ്ലേയേഴ്സും ടയേർഡാണ്, എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും ടയേർഡായിരുന്നു. അപ്പോൾ നമുക്ക് കാൽമ ബോൾ കിട്ടുമ്പോൾ എത്ര ഡിലേ ആക്കാൻ പറ്റും, നമ്മൾ ഒരു ഗോൾ ലീഡിങ്ങുമാണ്. അപ്പോൾ നമ്മൾ ആൽമിൽ എത്ര സമയം ഹോൾഡ് ചെയ്യാൻ പറ്റുമോ അത്ര സമയം അവർക്ക് ബ്രീത്തിങ്ങും കാര്യങ്ങളും ഇതായിട്ട് അവർക്ക് പിന്നെയും കളിയിലേക്ക് വരാൻ പറ്റും. ഇത് നമ്മൾ പിന്നെയും പെട്ടെന്ന് ക്വിക്കായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെയും നമ്മൾ ഓടേണ്ടി വരും. കാരണം ഇതാകുമ്പോൾ നമുക്കൊരു 10 സെക്കൻഡെങ്കിൽ 10 സെക്കൻഡ് നമ്മൾ ബ്രീത്തിങ് എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ആയിട്ട് എല്ലാ പ്ലേയേഴ്സിനും കുറച്ചുകൂടി ഇതാകും, അവർക്ക് അവരുടെ പൊസിഷൻ കവർ ചെയ്യാൻ പറ്റും. നമ്മൾ പെട്ടെന്ന് ക്വിക്കായി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും പല പൊസിഷനിലായിരിക്കും ഉണ്ടാവുക, പിന്നെ അവർ അതേപോലെ തന്നെ പിന്നെ പെട്ടെന്ന് അവർ കോൺട്രാ അറ്റാക്ക് ചെയ്യുമ്പോൾ പിന്നെയും അവർക്ക് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അത് ടൈം വേസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി ചെയ്യാനാണ് അതൊക്കെ. ഞങ്ങൾ സുരേഷ് ചേട്ടനുമായിട്ട് സംസാരിച്ചിരുന്നു, സുരേഷ് സാറിനുമായിട്ട്. അപ്പോൾ സാറ് പറഞ്ഞു ഒരു ഫുട്ബോളർ ആവുകയാണെങ്കിൽ കാൽക്കട്ടയിൽ ഒരു തവണ കളിച്ചിരിക്കണമെന്ന്. അപ്പോൾ ഉബൈദും കളിച്ചിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അത് സത്യമാണ്. ഒരു വർഷമെങ്കിലും നിങ്ങൾ കൊൽക്കത്ത ഫുട്ബോൾ എന്തായാലും കളിച്ചിരിക്കണം. കാരണം അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് വേറെ എവിടെയും കിട്ടത്തില്ല. നല്ലതാണെങ്കിൽ അവിടുത്തെ ഫാൻസാർ നല്ലോണം കളിക്കുകയാണെങ്കിൽ അവിടുത്തെ ഫാൻസാറെ പോലത്തെ ഒരു ഫാൻസാർ വേറെ ഇല്ല. നിൻ്റെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് കൊണ്ട് കളി തോക്കുകയാണെങ്കിൽ അതേപോലെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഫാൻസാർ വേറെ ഉണ്ടാവില്ല. അത് സത്യമാണ്. കാരണം അവരെന്ന് വെച്ചാൽ നമ്മളെപ്പോലെ കളി കാണാൻ വന്ന് പോകുന്ന അങ്ങനത്തെ ഒരു ഇതല്ല. അവരോട് ഒരു അമ്മയുടെ സ്ഥാനത്താണ് ഒരു ക്ലബിനെ കാണുന്നത്. ഈസ്റ്റ് ബംഗാൾ എന്ന് വെച്ചാൽ ഈസ്റ്റ് ബംഗാളിൻ്റെ ഫാൻസ് എന്ന് വെച്ചാൽ അവരുടെ അമ്മയുടെ സ്ഥാനത്താണ്, മദർ ക്ലബ്ബ് എന്ന് അവർ പറയുക ഓരോരുത്തരും. കാരണം അവരുടെ സ്വന്തം വീട് വരെ പണയം വെച്ചിട്ടാണ് അവർ പുറത്തുള്ള കളികൾ കാണാൻ വേണ്ടിയിട്ട് അവർ പോകുന്നതെന്ന് വെച്ചാൽ അവരെ സ്വന്തം വീട് പണയം വെച്ചിട്ടൊക്കെയാണ് അവർ കളി കാണാൻ പോകുന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഈ കേരളത്തിലോ അല്ലെ വേറെ ഏതോ ഈ സ്റ്റേറ്റിലോ ഒരു ഫാൻസ് അങ്ങനെ പോകുന്നത് സ്വന്തം വീടൊക്കെ പണയം വെച്ചിട്ടും ഇതാക്കിയിട്ട് അങ്ങനെ ഒരു കൺട്രിയിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പോകുന്നു. അങ്ങനത്തെ ഫാൻസ്. പിന്നെ സ്വന്തം വീട് ക്ലബിൻ്റെ അതേ കളറിൽ പെയിൻ്റ് അടിക്കുക വീടിന്, അങ്ങനെയാണ്. പിന്നെ അവിടുത്തെ ഫാൻസ് എന്ന് വെച്ചാൽ മാഡുകളാണ്. സത്യം പറഞ്ഞാൽ ഭ്രാന്തന്മാരാണ് അവരെ ക്ലബിന് വേണ്ടിയിട്ട്. അവർ ക്ലബിന് വേണ്ടിയിട്ട് അവരെന്ത് വേണം ചെയ്യും. അങ്ങനത്തെ ഒരു ഇതാണ്. അവർ സ്നേഹിക്കുകയാണെങ്കിൽ നല്ല ശരിക്കും സ്നേഹിച്ച് തരും, വെറുപ്പിക്കുകയാണെങ്കിൽ നല്ല ശരിക്കും വെറുപ്പിച്ച് തരും. അതാണ് പ്രശ്നം. പക്ഷേ എനിക്ക് തോന്നുന്നു അവിടെ ഒരു വർഷം എന്തായാലും കളിച്ചിരിക്കണം ഫുട്ബോൾ. നല്ലോണം കളിക്കുകയാണെങ്കിൽ അവരെ പോലത്തെ ഒരു ഫാൻസാണ് നിങ്ങളുടെ ജീവിതത്തിൽ വേറെ എവിടെയും കാണാൻ പറ്റില്ല. അതാണ് കൊൽക്കത്ത ഫുട്ബോളും വേറെ എവിടെ പോയുള്ള ഫാൻസാണ് തമ്മിൽ വ്യത്യാസം. ഗോകുലം കേരള FC ഇപ്പോൾ ഒരു 3 years ആയി ക്ലബിൽ. പക്ഷേ ഫാൻസ് സ്ലോലി ബിൽഡപ്പ് ആവാണ്. ആ ഒരു ഫാൻ ഫോളോയിങ്ങിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇപ്പോൾ തുടങ്ങിയിട്ട് 3 കൊല്ലമായില്ലേ. അപ്പം ഫസ്റ്റ് ഉള്ള പോലെയല്ല അപ്പം ഫാൻസ് ഉള്ളത്. അത് കൂടുതലും നമ്മുടെ കളി കൊണ്ടും ആയിരിക്കും, പിന്നെ ജയവും അതൊക്കെ ആയിരിക്കും. പിന്നെ നമ്മളെ മാനേജ്മെൻറ്റ് നല്ല ഇതാണ് ചെയ്യുന്നത്, സോഷ്യലായിട്ടും എല്ലായിട്ടും നല്ല അടിപൊളിയാണ്. എന്താ ഒന്നുമില്ല, ഫാൻസ് ഇനിയും കൂടട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഫാൻ ഫോളോയിങ് എന്ത് തോന്നുന്നു? ഇപ്പം വെളി പുറത്ത് പോകുമ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ പറയുമ്പോൾ ഇല്ല, അത്രയല്ല ഉപയോഗിക്കുന്ന അത്രയല്ല. അറിയും ആൾക്കാർക്ക്, എന്നാലും മാത്രമേ വേറെ ഒന്നുമില്ല. ഫോട്ടോ ഒക്കെ ഉപയോഗിതാണ്. ഫാൻസിനോട് എന്താ മെസ്സേജ് പറയാനുള്ളത്? ഒന്നുമില്ല, കീപ് സപ്പോർട്ടിങ്. ഇൻഷാ അല്ലാ ഞങ്ങൾ ഈ ചാമ്പ്യൻഷിപ്പ് തീർച്ചയായും ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരും, കോഴിക്കോടേക്ക്. നിങ്ങളെ സപ്പോർട്ടും കൂടി മാത്രം മതി. ഉബൈദിൻ്റെ മെസ്സേജ് ടു ഓൾ ദി യങ് പ്ലേയേഴ്സ് ഇപ്പോൾ ഒരു ട്രെൻഡ് നോക്കിയാൽ എല്ലാവർക്കും സ്ട്രൈക്കറാണ്, എല്ലാവർക്കും ഒരു റൊണാൾഡോ അല്ലെങ്കിൽ മെസ്സി ആവണം, ആർക്കും കീപ്പറിലോട് അത്രയും താല്പര്യമില്ല. അപ്പോൾ എന്തായിരിക്കും ഉബൈദിൻ്റെ ഒരു മെസ്സേജ്? അത് റോങ് ആണ് നിങ്ങൾ പറഞ്ഞത്. മെസ്സി റൊണാൾഡോ മാത്രമല്ല, ഇവിടെ ഒരുപാട് പേരുണ്ട്. ഗോൾ കീപ്പേഴ്സിനെയും വേറെ പൊസിഷനിൽ കളിക്കുക, സ്റ്റോപ്പർ ബാക്കിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു പ്രതിഷ്ഠിച്ച് വെച്ചാണ് മെസ്സി റൊണാൾഡോ എന്നുള്ളൊരു സങ്കല്പം മാത്രം. പക്ഷേ കുട്ടികളിലോട് ചോദിച്ചാൽ ആർക്കും ഫൈറ്റ് ആയിരിക്കും, പക്ഷെ ആർക്കും ഗോൾ കീപ്പർ ആവണ്ട. അത് ലാസ്റ്റ് നിങ്ങൾക്ക് കളിക്കാനറിയില്ല അതുകൊണ്ട് നീ ഗോൾ കീപ്പിംഗ് ചെയ്തോ, അതാ ഒരു ആറ്റിറ്റ്യൂഡ്. അത് സത്യമാണ്, അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷേങ്കിൽ ഒരു പൊസിഷനിൽ ഒരാൾ ഗോൾ കീപ്പർ ആവണമെന്ന് വെച്ച് വരികയാണെങ്കിൽ അവന് ശരിക്കും ഒരു ഹാർഡ് വർക്ക് ആണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു കോച്ചിങ് കിട്ടുകയാണെങ്കിൽ നല്ലൊരു കീപ്പറായി മാറാൻ പറ്റും. എനിക്ക് തോന്നുന്നു കേരളത്തിൽ നല്ലൊരു ഗോൾ കീപ്പിംഗ് കോച്ചിങ്ങിൻ്റെ ഒരു ഇതില്ലാത്തതാണ്, അഭാവമാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നങ്ങളൊക്കെ. ഞാനൊക്കെ എൻ്റെ പ്രൊഫഷൻ ഞാൻ തുടങ്ങിയിട്ട് ഞാൻ
വിവാ കേരള എത്തുമ്പോഴാണ് എനിക്ക് ആദ്യമായിട്ടൊരു നല്ലൊരു ഗോൾ കീപ്പർ കോച്ചിങ്ങിൻ്റെ കീപ്പറെ കീഴിൽ എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത്. അതുവരെ ഞാൻ നാട്ടിൻപുറത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുമ്പോൾ നിൽക്കുമല്ലാതെ എങ്ങനെ ബോൾ പിടിക്കണം, എങ്ങനെ ഇത് കളക്ട് ചെയ്യണം, എങ്ങനെ ബോൾ പാസ് ചെയ്യണം, ഇതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കൊരു ഗോൾ കീപ്പർ കോച്ചിങ് ഇല്ലാത്തതാണ് ഇവിടുത്തെ ഗോൾ കീപ്പേഴ്സിന് വളരാൻ പറ്റാത്തൊരു മുഖ്യ ഇത്. എല്ലാവരും ബാക്കിയുള്ള പോസ്റ്റിലേക്കുള്ള എല്ലാം പഠിപ്പിച്ചു കൊടുക്കും. പക്ഷേ ഗോൾ കീപ്പറിന് സെപ്പറേറ്റ് ആയിട്ട് ഗോൾ കീപ്പർ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഗോൾ കീപ്പറിന് വളരാൻ പറ്റും. അതില്ലാത്തതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് അക്കാദമികൾ തുടങ്ങിയിട്ടുണ്ട് ഗോൾ കീപ്പേഴ്സിന് വേണ്ടിയിട്ട്. അതെനിക്ക് തോന്നുന്നു അങ്ങനെ ഉണ്ടാകുമ്പോൾ കുറേ ഗോൾ കീപ്പേഴ്സ് ഇനി വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് നല്ല നല്ല ഗോൾ കീപ്പേഴ്സ് ഉണ്ട് കേരളത്തിൽ. അപ്പം കുറച്ചുകൂടി അവർക്ക് നല്ല നല്ല കോച്ചിങ് കിട്ടിയാൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന നല്ല മികച്ച ഗോൾ കീപ്പേഴ്സ് ആകാൻ പറ്റും. Okay, as he said, going ahead probably we'll see Ubaid CK as a goalkeeping coach also. Finally conclude ചെയ്യാൻ ഗോകുലം കേരള എഫ് ഫാൻസിൻ്റെ എന്തായിരിക്കും മെസ്സേജ് പറയുന്നത്? നിങ്ങളിപ്പം ചെയ്യുന്ന അതേപോലെ സപ്പോർട്ട് ഇനിയും ഉണ്ടായിരിക്കണം. നമ്മൾ എല്ലാ കളിയും ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നത്. കാരണം നമുക്കൊരു പുതിയൊരു ഇതിവിടെ ഉണ്ടാക്കണം. കാരണം ഐ ലീഗ് ചാമ്പ്യൻസ് എന്നൊരു ഇതാണ് നമ്മളുടെ കടം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും. അതിന് നിങ്ങൾ ഓരോരുത്തരും ഓരോ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും നമുക്ക് അത്രയ്ക്കും വലിയ ഇമ്പോർട്ടൻസ് ആണ്. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്കൊന്നും നേടാൻ പറ്റില്ല. നിങ്ങളുടെ ആർപ്പ് വിളി ഗ്രൗണ്ടിലില്ലെങ്കിൽ ഗ്രൗണ്ടിലുണ്ടാകുമ്പോൾ നിങ്ങളുടെ ആർപ്പ് വിളി നമുക്ക് അത്രയ്ക്ക് എനർജി തരുന്നതാണ്. അപ്പോൾ കീപ് സപ്പോർട്ടേഴ്സ് ആൻഡ് we can do better every matches. So thank you so much for talking to us. Instead of rest day ആയിട്ട് നിങ്ങൾ സമയം എടുത്തതിന് വളരെ thank you very much. Thank you so much.